ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തേർഡ് വത്തിക്കാൻ എന്ന് വിശേഷിപ്പിച്ച ജെമെല്ലി ആശുപത്രിയും മാർപ്പാപ്പമാരും തമ്മിലുള്ള ആഴമായ ആത്മബന്ധത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒരു യാത്ര. 2023 ന്യൂസ് മാഗസിൻ അമേരിക്കയിൽ 30 രാജ്യങ്ങളിലായി ഏകദേശം 2400ഓളം ആസ്പത്രികളെക്കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ ലോകത്തിൽ 44-ാം സ്ഥാനവും, ഇറ്റലിയിൽ 2-ാം സ്ഥാനവും, റോമിൽ 1-ാം സ്ഥാനവും ലഭിച്ച ഏറ്റവും വലിയ ആശുപത്രിയാണ് സേക്രഡ് ഹാർട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കാത്തലിക് എന്ന് അറിയപ്പെടുന്ന അഗസ്റ്റിനോ ജെമെല്ലി ആശുപത്രി. എങ്ങനെയാണ് ഈ ആശുപത്രിക്ക് അഗസ്റ്റിനോ ജെമെല്ലി എന്ന പേര് വന്നത്? വളരെ പ്രശസ്ത സൈക്കോളജിസ്റ്റും ഒരു മെഡിക്കൽ ഡോക്ടറുമായിരുന്ന അഗസ്റ്റിനോ ജെമെല്ലി ഒരു ഫ്രാൻസിസ്കൻ വൈദികനായിരുന്നു. അദ്ദേഹം ഇറ്റലിയിലെ മിലാനിൽ യൂണിവേഴ്സിറ്റി ഓഫ് സേക്രഡ് ഹാർട്ട് എന്നൊരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയും അതേ മോഡലിൽ ഒരു യൂണിവേഴ്സിറ്റി റോമിൽ സ്ഥാപിക്കുവാൻ വേണ്ടി വളരെ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ 2 സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപനം കൂടിയായിരുന്ന അഗസ്റ്റിനോ ജെമെല്ലി ഒത്തിരിയേറെ സോഷ്യൽ പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് യൂണിവേഴ്സിറ്റ കത്തോലിക്ക ദെൽ സാക്ര കോരെ എന്ന യൂണിവേഴ്സിറ്റിയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെട്ട അഗസ്റ്റിനോ ജെമെല്ലി എന്ന പോളിക്ലിനിക് ആശുപത്രിയും. എന്താണ് ഈ അഗസ്റ്റിനോ ജെമെല്ലി പോളിക്ലിനിക് ആശുപത്രിക്ക് തിരുസഭയിലെ മാർപ്പാപ്പമാരുമായുള്ള ആത്മബന്ധം? ഞങ്ങളുടെ അന്വേഷണമനുസരിച്ച് ജെമെല്ലി ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മാത്രമല്ല, തിരുസഭയിലെ അനേകം മാർപ്പാപ്പമാരുമായി ആഴമായ ഒരു ആത്മബന്ധത്തിൻ്റെ കഥ ഈ ആശുപത്രിക്ക് പറയുവാനുണ്ട്. ഇന്നേക്ക് 104 വർഷങ്ങൾക്കപ്പുറമാണ് 1921 ഇന്ന് ജെമെല്ലി ആശുപത്രി എന്നറിയപ്പെടുന്ന കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് സേക്രഡ് ഹാർട്ട് യൂണിവേഴ്സിറ്റിയുടെ തുടക്കം. അതായത് 1934 പിയൂസ് 11-ാമൻ മാർപ്പാപ്പ വത്തിക്കാൻ്റെ വടക്ക് ഭാഗത്തുള്ള മൊന്തെ മാരിയോ എന്ന ഒരു മലയോര പ്രദേശത്തിനടുത്ത് 91 ഏക്കറോളം സ്ഥലം അഗസ്റ്റിനോ ജെമെല്ലി എന്ന ഫ്രാൻസിസ്കൻ വൈദികന് ദാനമായി നൽകുന്നത്. അതിലൂടെയാണ് ഈ ആസ്പത്രിയുടെ പിന്നീടുള്ള വിപുലീകരണവും ഡെവലപ്മെൻറ്റ്സും എല്ലാം സംഭവിക്കുന്നത്. പിന്നീട് 2-ാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചുകൂട്ടിയ ജോൺ 23-ാം മാർപ്പാപ്പയാണ് 1961 ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ എന്ന ഫാക്കൽറ്റി ജെമെല്ലി ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്ത്. അത് ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വഴിത്തിരിവായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ഡൊമിനിക്കോ ലോഫ്രസുമായുള്ള അഭിമുഖത്തിൽ നിന്നും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ജോജി പോളച്ചനും ഞാനും ആയിരിക്കുന്നത് ഡോക്ടർ ലോഫ്രേസെ ഡൊമിനിക്കോ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലാണ്. അദ്ദേഹം 1950 നമ്മുടെ അഗസ്റ്റിനോ ജെമെല്ലി അച്ഛൻ ആരംഭിച്ച മിലാനിലെ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിൽ ഫാക്കൽറ്റി ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം 1955 മുതൽ 1961 വരെ അദ്ദേഹം അവിടെയുള്ള വീത്ത പെൻസിയേരി എന്ന് പറഞ്ഞ മാഗസിന്റെ എഡിറ്ററായിട്ടും സെക്രട്ടറി ആയിട്ടും ഈ നീണ്ട വർഷങ്ങളിൽ ഏകദേശം ഒരു 6 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം 1961 ഫ്രാൻസിസ് മാർപ്പാപ്പ അഡ്മിറ്റഡ് ആയിരിക്കുന്ന ജെമെല്ലി ആശുപത്രിയിലേക്ക് അവിടുത്തെ സെക്രട്ടറി ഓഫ് മെഡിക്കൽ സ്റ്റുഡൻസിന്റെയും പ്രൊഫസേഴ്സിന്റെയും സെക്രട്ടറി ആയിട്ട് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും പിന്നീട് അദ്ദേഹം ഡയറക്ടർ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ഫാക്കൽറ്റി ഓഫ് മെഡിസിന്റെ ഡയറക്ടർ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. വളരെ ചരിത്രം ഉറങ്ങുന്ന ഓർമ്മകളാണ് ഇദ്ദേഹത്തിന് കത്തോലിക്ക യൂണിവേഴ്സിറ്റി ഓഫ് സേക്രഡ് ഹാർട്ട് അല്ലെങ്കിൽ ജെമെല്ലി ആശുപത്രിയായിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ആ തലമുറയിൽപ്പെട്ട ഏറ്റവും പ്രായമുള്ള ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ജെമെല്ലി ആശുപത്രിയിൽ വന്ന ജോൺ 23-ാം മാർപ്പാപ്പ, പിന്നീട് പോൾ 6-ാമൻ മാർപ്പാപ്പ, പിന്നീട് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ പോവുകയാണ്. ജോൺ 23-ാമൻ മാർപ്പാപ്പയെ ബന്ധപ്പെട്ട ഓർമ്മകളിലേക്ക് നമുക്ക് പോകാം.
ricordo con tutti gli amici, no, di altre case editrici cattoliche, ebbe con noi una discussione molto fraterna, insomma, no? La cosa che ricordo, venite a trovarci perché qui mi vogliono tenere recluso, insomma, no? Qui in Vaticano. insomma. Yes, അദ്ദേഹം പറയുകയാണ് ജോൺ 23-ാമൻ മാർപ്പാപ്പയും ആയിട്ട് കണ്ട പല ഓർമ്മകൾ അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം വീത പെൻസിയേരിയുടെ എഡിറ്റർ ആയിരുന്ന സമയത്ത്, ജെമിനിയിൽ വർക്ക് ചെയ്യുന്ന അതേ സമയത്ത് ഇതിന് എഡിറ്റർ ആയിരുന്നപ്പോൾ പലതരത്തിലുള്ള കത്തോലിക്ക എഡിറ്റേഴ്സ്, മാഗസിൻസിന്റെ എഡിറ്റേഴ്സിനെ എല്ലാം പരിശുദ്ധ പിതാവ് വിളിക്കുമായിരുന്നു. ജോൺ 23 മാർപ്പാപ്പ അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ എല്ലാവരോടും പറയുമായിരുന്നു, നിങ്ങളെല്ലാവരും ഇവിടെ വരണം, വത്തിക്കാനിൽ വരണം, നിങ്ങളുടെ വർക്കുകളെ കുറിച്ച് ഷെയർ ചെയ്യുവാനും നമ്മുടെ ക്രിസ്ത്യാനിറ്റി, അതായത് ക്രിസ്തു മതത്തെക്കുറിച്ച് പ്രൊക്ലെയിം ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ മാഗസിനോടൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോട് വന്ന് നിങ്ങൾ ഷെയർ ചെയ്യണം, ഞാനുമായിട്ട് വന്ന് കൂടിക്കാഴ്ച നടത്തണമെന്ന് വളരെ ഹൃദ്യമായ രൂപത്തിൽ പരിശുദ്ധാവ് പറയുമായിരുന്നു എന്നുള്ള നല്ല ഓർമ്മകളാണ് പ്രൊഫസർ ലോഫ്രസിക്ക് ഉള്ളത്. അതിനുശേഷം 1964 വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ രോഗികൾക്ക് കിടന്ന് ചികിത്സിക്കാവുന്ന വിധത്തിൽ മറ്റൊരു കോംപ്ലക്സ് ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്തത്. ഇതേ മാർപ്പാപ്പ 1976 ഈ ആശുപത്രിയിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് അതിൻ്റെ മധ്യേ ഇപ്രകാരം പറയുകയുണ്ടായി, ഈ ജമലി ആശുപത്രി ലോകത്തിലെ എല്ലാ ഗവേഷണങ്ങളുടെയും ഈറ്റിലമായി മാറട്ടെ എന്ന്. പോളാറാമൻ മാർപ്പാപ്പയ്ക്ക് ഈ ആശുപത്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും ഡോക്ടർ ലൂഫ്രെസ നമ്മളോട് വിവരിക്കുന്നു. Ho conosciuto Paolo VI già quando stava nel consiglio di amministrazione dell'università. È venuto anche una volta a celebrare una messa qui, all'esterno della facoltà di medicina. ഇവർ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ പോളാറാമൻ മാർപ്പാപ്പ പല പ്രാവശ്യം വന്നിരുന്നു ജമലി ആശുപത്രിയിൽ, ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം 1960-കളിലൊക്കെ 70-കളിലൊക്കെ ഈ യൂണിവേഴ്സിറ്റി ശരിക്ക് പച്ചപിടിച്ച് വരുന്നതേ ഉള്ളൂ, ഒത്തിരിയേറെ ഇതുപോലെ ഇത്രയും വളർന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഫിനാൻഷ്യലായിട്ട്, സാമ്പത്തികമായിട്ടൊക്കെ പോളാറാമൻ മാർപ്പാപ്പ ഒത്തിരി ഇവരെ സഹായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഈ യൂണിവേഴ്സിറ്റി ഈ നിലയിലേക്ക് എത്തിച്ചേരുന്നതിനൊക്കെ ആയിട്ട്. പിന്നെ കുർബാനയിൽ പല പ്രാവശ്യം കുർബാനയിലൊക്കെ വന്നിട്ടുണ്ട്. 1981 മെയ് 13 വത്തിക്കാൻ സ്ക്വയറിൽ അലി അഖായുടെ വെടിയേറ്റ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചികിത്സയിലായിരുന്നത് ഈ ജമലി ആശുപത്രിയിലാണ്. ഏകദേശം 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം പിന്നീട് അദ്ദേഹം ചികിത്സകളുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രിയിൽ 2 ആഴ്ചയോളം ചെലവഴിക്കേണ്ടി വന്നു. ആ സമയത്ത് ജമലി ആശുപത്രിയിലുണ്ടായിരുന്ന ഡോക്ടർ ഡൊമിനിക്കോ ലഫ്രെസെ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഓർമ്മ പങ്കുവെക്കുന്നുണ്ട്. മാർപ്പാപ്പയെ കണ്ട ഓർമ്മകളുടെ ഒരു പിക്ചറാണ് ഡോക്ടർ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അവിടെ ഇരിക്കുന്ന ഒരു പിക്ചറും അതോടൊപ്പം തന്നെ ഇതും അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മറിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. Giovanni Paolo II, quando lui è venuto nell'ospedale, hai qualcosa di ricordi di lui? Quale pensieri hai di Papa Giovanni Paolo II? Io pregavo per lui. പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിട്ട് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ ആശുപത്രിയിൽ മെഡിക്കലായിട്ട് അഡ്മിറ്റ് ചെയ്തപ്പോൾ പേഴ്സണലായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും പുള്ളി വെടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഓർമ്മ ആണ് പ്രധാനമായിട്ടുള്ളത്. ഒപ്പം അന്ന് ഈ അവർക്ക് അവിടെ മാർപ്പാപ്പ കിടക്കുന്ന സ്ഥലത്തേക്ക് ആക്സസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അവിടെയുള്ള നേഴ്സസ്, ഡോക്ടേഴ്സിലൂടെയൊക്കെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാര്യങ്ങൾ സംസാരിച്ച ഒരു ഓർമ്മ, പ്രാർത്ഥിച്ച ഒരു ഓർമ്മ അല്ലേ, അതാണ് ഉള്ളത്. അത് മാത്രമല്ല, നമ്മളുടെ ഫൗണ്ടർ അഗസ്റ്റീനോ ജെമലി എന്ന ഫൗണ്ടറിന്റെ കൂടെ വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ മരണം വരെ കുറെ വർഷക്കാലം ഒന്നിച്ച് താമസിച്ചതാണ്. അതെ, അത് സ്റ്റുഡന്റ് ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജെമലി എന്ന ഹോസ്പിറ്റലിന് ഇവിടെ സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് സാക്രഡ് സ്ഥാപിച്ചത് മിലാനിലാണ് ആദ്യമായിട്ട്. അപ്പം 1950 സ്റ്റുഡൻ്റ് ആയിട്ട് എൻ്റർ ചെയ്യുന്നു അതേ യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ 55 പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങി. അതിനുശേഷം 5 വർഷം കൊണ്ട് അവിടെ വർക്ക് ചെയ്തു. 1959 ജെമലി മരിക്കുമ്പോൾ, ഫ്രാൻസിസ്കൻ വൈദികനായിരുന്ന അഗസ്റ്റിൻ ജെമലി മരിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 61 റോമിലേക്ക് വരുന്നത്. Dottor Loffreso Domenico, vi ringrazio di cuore per questo momento ci ha dato. Io ringrazio a voi di cuore. അതെ, വളരെ ഗുരുതരമായ അവസ്ഥയിൽ നിന്നും
ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആശുപത്രിയാണ് ജെമലി ആശുപത്രി. അദ്ദേഹത്തിൻ്റെ 1978 മുതൽ 2005 വരെയുള്ള നീണ്ടുനിന്ന 27 വർഷകാലത്തെ പേപ്പസിയിൽ മൊത്തം 9 പ്രാവശ്യമാണ് ഈ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയ്ക്കായിട്ട് വന്നിട്ടുള്ളത്. മൊത്തത്തിൽ ഏകദേശം 153 ദിവസമാണ് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ജെമലി ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് കഴിഞ്ഞുകൂട്ടിയിട്ടുള്ളത്. തൻ്റെ ജീവിതത്തെ സൗഖ്യതീർത്ഥങ്ങളിൽ എത്തിച്ച ജെമലി ആശുപത്രിയോട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വലിയ കടപ്പാടും വലിയ സ്നേഹവുമുണ്ട്. 1988 സെപ്റ്റംബർ 24 തീയതിയാണ് കാർഡിയോളജി ഇൻറ്റൻസീവ് തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് ജെമലി ആസ്പത്രിയിൽ വെച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്യുന്നു. പിന്നീട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ന്യൂമോണിയ ബാധിച്ച് 2005 ഫെബ്രുവരി മാസം 24 മുതൽ മാർച്ച് 13 വരെയുള്ള 18 ദിവസങ്ങളിൽ ഇതേ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഏപ്രിൽ 2 തീയതി 2005 പരിശുദ്ധ പിതാവ് തൻ്റെ പേപ്പൽ പാലസിൽ വെച്ച് ഈ ലോകത്തോട് വിട പറയുന്നത്. എന്നാൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പിൻഗാമിയായ ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് എന്താണ് ജെമലി ആസ്പത്രിയുമായിട്ടുള്ള ബന്ധം? തീർച്ചയായും തൻ്റെ മുൻഗാമികളെ പോലെ ബെനഡിക്ട് 16 മാർപ്പാപ്പ ജെമലി ആസ്പത്രിയിൽ ഒരിക്കലും ചികിത്സാർത്ഥം അഡ്മിറ്റഡ് ആയിട്ടില്ല. എന്നാൽ അദ്ദേഹം ഈ ആസ്പത്രിയുടെ ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ ആൻഡ് സർജറിയുടെ 50ാം വാർഷിക ദിനത്തിൽ ജെമലി ആശുപത്രിയിൽ വരികയും അതിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പ ചികിത്സാർത്ഥം ഈ ആശുപത്രിയിൽ വന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനും വൈദികനുമായ ജോർജ് റാറ്റ്സിംഗർ 2014 ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയനായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സഹോദരനെ കാണുവാൻ വേണ്ടി പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 പാപ്പ ഈ ആശുപത്രിയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ജെമലി ആസ്പത്രിയുമായിട്ടുള്ള ബന്ധം? ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യമായി ജെമലി ആസ്പത്രിയിൽ ചികിത്സയ്ക്ക് വരുന്നത് 2021 ജൂലൈ മാസത്തിലാണ്. വൻകുടലിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ജെമലി ആസ്പത്രിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ 2021 ജൂലൈ മാസം ചികിത്സയിലായി ഈ ജെമലി ആസ്പത്രിയിൽ അഡ്മിറ്റഡ് ആയിരുന്നു. അതിനുശേഷം 2023 മാർച്ച് മാസം റെസിപ്പിറേറ്ററി ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് ഈ ആസ്പത്രിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്. വീണ്ടും 2023 ജൂൺ മാസത്തിൽ ഹെർണയുടെ ഓപ്പറേഷന് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ആസ്പത്രിയിൽ അഡ്മിറ്റഡ് ആയിരുന്നു. പിന്നീട് 2 വർഷത്തിന് ശേഷം ഫെബ്രുവരി 14 തീയതി 2025 ന്യൂമോണിയ ബാധിച്ച് ജെമലി ആശുപത്രിയിൽ അഡ്മിറ്റായത് പരിശുദ്ധ പിതാവിൻ്റെ ചികിത്സയിൽ 4ാം തവണയാണ്. തൻ്റെ 12 വർഷക്കാലത്തെ നീണ്ടുനിന്ന പേപ്പസിയിൽ ചരിത്രത്തിൽ ആദ്യമായാണ് 30 ദിവസത്തിൽ ഏറെ പരിശുദ്ധ പിതാവ് ഈ ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സയിലാകുന്നത്. അതെ, കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് സേക്രഡ് ഹാർട്ട് എന്ന ഈ ജെമലി ആശുപത്രിക്ക് 2ാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പും അതിനുശേഷവുമുള്ള അനേകം മാർപ്പാപ്പമാരെ ചികിത്സിച്ച വലിയൊരു ആത്മബന്ധത്തിൻ്റെ കഥ പറയുവാനുണ്ട്. നിരവധി മാർപ്പാപ്പമാർ മാത്രമല്ല, അനേകം ജീവിതത്തിൻ്റെ പല മേഖലയിലുള്ള അനേകം രോഗികൾക്കുള്ള ആശ്വാസത്തിൻ്റെ ചികിത്സാ കേന്ദ്രം കൂടിയാണ് ജെമലി ആശുപത്രി. പോൾ 6 മാർപ്പാപ്പ പറഞ്ഞതുപോലെ മെഡിക്കൽ രംഗത്തെ ഗവേഷണങ്ങളുടെ ഇറ്റിലമായി ഈ ജെമലി ഹോസ്പിറ്റൽ മാറിത്തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഗസ്റ്റിനോ ജെമലി എന്ന ഫ്രാൻസിസ്കൻ വൈദികൻ ആരംഭിച്ച ഈ ആശുപത്രി അനേകരെ സൗഖ്യതീർത്ഥങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ആശുപത്രിയായി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനായി ഇവിടെ ചികിത്സ ലഭിച്ച വിശുദ്ധ ജോൺ 23 മാർപ്പാപ്പയുടെയും വിശുദ്ധ പോൾ 6 മാർപ്പാപ്പയുടെയും വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെയും മധ്യസ്ഥവും സഹായവും
ഇവിടെ വരുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം.